യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് രക്ഷിക്കപ്പെടും. അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഈ രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കാതെ പോയാൽ, ഈ രക്ഷയെ കേട്ടിട്ട് കേൾക്കാതെ പുറംകാലുകൊണ്ട് തമ്മിയെറിഞ്ഞാൽ ഒരു ദിവസം അന്ത്യന്യായവിധിയിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിനകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ പ്രസംഗിക്കുന്ന ശബ്ദത്തിന്റെ തരംഗമുണ്ട്. അത് നിത്യയിലേക്ക് എത്തുമ്പോൾ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും എന്റെ യേശുവിന്റെ വകയാണ്. കാരണം സകലത്തെ ഉളവാക്കിയവൻ എന്റെ യേശുവാണ്. മനുഷ്യനെ ഉണ്ടാക്കിയവൻ യേശുവാണ്. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ പിള്ളകാരമായി ഇരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ എങ്ങനെ വരണമെന്ന് ചിന്തിച്ചത് യേശുവാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പ്രശംസിക്കാനില്ല. ഇവിടുത്തെ പണത്തിലോ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ പ്രൗഢിയിലോ അതെല്ലാം താൽക്കാലികമാണ്. നിത്യത എന്ന് ഉറപ്പുള്ളതാണ്. അത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ രക്ഷയിലേക്ക് കടക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ഇത് തികച്ചും സൗന്ദര്യമാണ്. ഇത് പണം കൊണ്ട് വാങ്ങുവാൻ കഴിയത്തില്ല. നിന്റെ ഹൃദയത്തിൽ പറയണം, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാത്തവനെ ശിക്ഷാവിധിയിൽ അകപ്പെടും.